ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നമുക്കിന്നില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. സ്നാക്സ് മാത്രമല്ല കേട്ടോ, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ പറ്റും കേട്ടോ. 3 in 1 ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചതാട്ടോ. ഇത് ഒരു 4-5 മണിക്കൂർ എടുക്കുമ്പോൾ ജീരകശാല അരി തന്നെ എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് വേണേൽ പച്ചരിയും ഒക്കെ എടുക്കാം കേട്ടോ. ജീരകശാല അരി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും, അത്ര തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാട്ടോ ഇത് അരച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2-3 ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ നമ്മൾ അരക്കുമ്പോൾ. അപ്പോൾ ഇതേനി ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് തേങ്ങയാട്ടോ. 2 കപ്പ് അരിക്ക് 3/4 കപ്പ് തേങ്ങയാട്ടോ ആവശ്യമായിട്ട് വരിക. അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. 2 കപ്പിന് 3/4 കപ്പ് തേങ്ങ, ഒരു മുട്ട, അത്രയാട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അരക്കുമ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ ഒഴിക്കുമ്പോൾ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിൽ എത്ര ഇതിൻ്റെ ഒരു മാവിൻ്റെ പരുവം എങ്ങനെയാണ് വേണ്ടതെന്ന്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ അരക്കാനുള്ള അരിയില്ല, അത് പ്ലെയിനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അതും ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ അരിയും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ മാവിന് എത്രത്തോളം തിക്നെസ്സും വേണമെന്നുള്ളത്. വല്ലാണ്ട് തിക്നെസ് പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു വേവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമ്മളെ മാവ് വേണ്ടത്. വല്ലാണ്ട് കട്ടിയല്ല, എന്നാൽ വല്ലാണ്ട് ലൂസും അല്ല. ഭയങ്കര ലൂസായി പോവാനും പാടില്ല കേട്ടോ. ഈ ഒരു മീഡിയം ഇതിൽ തിക്നെസ്സിലാട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ മാവ് അരച്ചാലില്ലേ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണം കേട്ടോ. അതെന്തായാലും മസ്റ്റാണ്. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. മാവിൽ വെള്ളം കൂടി പോകരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അതേ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബീഫാട്ടോ എടുത്തത്. വേവിച്ച ബീഫാണ്. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ബീഫാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന്, ചെമ്മീൻ, ഫിഷ് ഒക്കെ വെച്ചിട്ട് ചെയ്യൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്ത് എടുക്കുമ്പോഴും ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. വല്ലാണ്ട് അങ്ങ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യണ്ട കേട്ടോ, അപ്പം ഭയങ്കര ഹാർഡായി പോകും ബീഫ്. ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ചെടുത്തിട്ട്, വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത 3 മീഡിയം സൈസ് ഉള്ളിയാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും, എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളകും, ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ സ്നാക്സിനില്ലേ ഒട്ടും എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെ കേട്ടോ. സ്നാക്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് വയറ് ഫില്ലാവുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ അതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫില്ലേ, അത് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണം നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഈ അരി നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് ഓരോന്ന് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ മാവ് അരമണിക്കൂറിന് ശേഷം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഒരു ഇഡ്ഡലി പാത്രമല്ലേ അതെടുത്ത് വെക്കുക. ഇങ്ങനെയാട്ടോ ഇതുണ്ടാക്കി ഈ സ്നാക്ക്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ മാവില്ലേ അത് എന്താ പറയുക ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. വല്ലാണ്ട് അങ്ങ് നിറച്ച് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളെ മസാല ഇല്ലേ അത് ഇതേപോലെ ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളിൽ ഇങ്ങനെ കുത്തി നിറച്ച് ഫില്ലിങ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇടുമ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിലും മസാല അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് ടൈമും ഒരുപാടൊന്നും ഇല്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ് വരെ മതി കേട്ടോ. അത്ര സമയം കൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂട് തണിഞ്ഞിട്ട് വേണം കേട്ടോ ഇത് പ്ലേറ്റിൽ. അപ്പോൾ ഇതാ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളതാട്ടോ. ഇതിന് കണ്ണപ്പം എന്നാട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ഓക്കെ, താങ്ക് യു.